വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോക്കിന്റെ കോണളവ് കണ്ടുപിടിക്കുന്ന ഏത് ക്വസ്റ്റ്യനും ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്ലോക്കിൽ സമയം 12:20 ആകുമ്പോൾ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? അപ്പോൾ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇവിടെ കൊടുത്ത ഇക്വേഷൻ ആണ്. 30 ഹവർ മൈനസ് 11/2. ഇവിടെ ഹവറിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? ഇതിലെ ഹവർ ആംഗിൾ എത്രയാണ്? 12 കൊടുക്കാം. അതേപോലെ തന്നെ 11/2 എമ്മിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? അതിന്റെ മിനിറ്റ് എത്രയാണ്? 20 എന്ന് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കിട്ടും. 30 × 12 മൈനസ് 11/2 എം. ഇതുപോലെ 30 × 12 മൈനസ് 11/2 എം. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 30 × 12 360. 11/2 × 20 പറയുമ്പോൾ 2 നിന്നും ഇത് പോയി 10 കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടുക? 110 എന്ന് കിട്ടും. അപ്പൊ 360 മൈനസ് 110 250. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെ 250 അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ 180ക്ക് മുകളിലാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് 360 നിന്ന് അതിനെ മൈനസ് ചെയ്യാം. 360 മൈനസ് ഇവിടെ കിട്ടിയ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 110 ഡിഗ്രി ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ ആൻസറിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ 30 ഹവർ മൈനസ് 11/2 എം ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 180ക്ക് താഴെയോ 180യോ അല്ലെങ്കിൽ അതിൽ താഴെയോ കിട്ടുവാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അത് അങ്ങനെ തന്നെ അതായിരിക്കും ആൻസർ. ഇനി 180ക്ക് മുകളിലാണെങ്കിൽ പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇഫ് ആംഗിൾ ഈസ് മോർ ദാൻ 180 അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ ഈ ഒരു രീതിയിൽ പ്രോബ്ലത്തിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ. 360 വെച്ച് മൈനസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ ആംഗിൾ വെൻ ടൈം ഇസ് 5:40. നമുക്ക് വേഗം ചെയ്യാം. എങ്ങനെയാ വേഗം ചെയ്യാം? 30 × 5 മൈനസ് 11/2 40. അത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതാണ് ആൻസർ കിട്ടുന്നത്, എത്ര ആംഗിൾ ആണ് വരുന്നത് എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ ഷോർട്ട് ട്രിക്സിനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ ട്രിക്സ് 5 മിനിറ്റിനുള്ളിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രിക്സ് ആയിട്ട് വേണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് പരിചയപ്പെടുത്തണമെങ്കിൽ നിങ്ങളൊന്നത് നമുക്കത് കമന്റ് ബോക്സിൽ ഇടുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചാനലുകൾക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷോർട്ട് ട്രിക്സിനും ഇക്വേഷൻസിനായിട്ട് നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.